വിനായകനെ പലപ്പോഴും ഒരു ഡെപ്തുള്ള നടനായൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു പച്ച മനുഷ്യനായി കാണുമ്പോൾ പലപ്പോഴും കാണുന്നത് അദ്ദേഹത്തിൻ്റെ വേറിട്ട ചില ചേഷ്ടകളും ചില വിക്രിയകളും ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില പദങ്ങളും അതോടൊപ്പം തന്നെ മദ്യലഹരിയിൽ മതോന്മത്തനായി പെരുമാറുന്ന ദൃശ്യങ്ങളുമൊക്കെയാണ്. അത്തരം ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ നിറത്തിലേക്കും ജാതിയിലേക്കുമൊക്കെയാണ് ആക്രമണങ്ങൾ ഉണ്ടാകാറുള്ളത്. ഓണനാളുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭിമുഖങ്ങൾ പലതിലും ഉണ്ടായിരുന്നു. അതിൽ മനോരമ ന്യൂസിലാണ് ഈ പറയുന്ന വിനായകൻ എന്ന് പറയുന്ന ആ സിനിമാ നടനെ അഭിമുഖം നടത്തുന്നത് കാണാനിടയായി. ഒരു പച്ചയായ മനുഷ്യൻ്റെ ഭാവങ്ങളോടെ എല്ലാ വികാരങ്ങളോടെയും സ്വാഭാവികമായി അവതരിപ്പിച്ച ആ അഭിമുഖം അത് എനിക്ക് വിനായകൻ എന്ന് പറയുന്ന നടനെക്കുറിച്ചുള്ള ചിന്തകളെ തോന്നലുകളെയൊക്കെ മാറ്റി വേറൊരു തരത്തിലേക്ക് ചിന്തിക്കുന്നതിന് കാരണമായി എന്നതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നമ്മളെല്ലാം നേരത്തെ കണ്ടിട്ടുള്ള പഴയ ഭാവങ്ങളൊക്കെ ഇനിയും വന്നേക്കാം. പക്ഷേ ഈ അഭിമുഖത്തിൽ ഈ പറയുന്ന നിമിഷങ്ങളിൽ അയാൾ നേർക്ക് നേരെ ഒരു പച്ച മനുഷ്യനായിരുന്നു. എല്ലാ വിചാരങ്ങളുമുള്ള ഒരു നേരായ മനുഷ്യൻ്റെ നേരുള്ള സംഭാഷണം കേൾക്കാം. അതിലല്പം ഞാൻ പക്ഷേ വെച്ചാണ് മോസ്റ്റ്ലി. അതെൻ്റെ ഭാര്യയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നതാണ്. പുള്ളിക്കാര് മോസ്റ്റ്ലി വെച്ചാണ്. ഞാൻ അങ്ങനെ എനിക്ക് വെച്ചാണ് ഇഷ്ടം. ഞാൻ മീറ്റ് അങ്ങനെ കഴിക്കാം. ഭാര്യ മിസ് ചെയ്യുന്നില്ല ഇപ്പോ? മറ്റേത് ഉണ്ടായിരുന്നു പുള്ളി അവിടെ, ഇപ്പൊ ഇല്ല, അത്രേ ഉള്ളു. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം പുള്ളി ബാങ്കിലാണ് ഓഫീസിലപ്പ. ഞാൻ ഷൂട്ടിന് പോകും, ഞാൻ ഇവിടെ വരുമ്പോ പുള്ളിയില്ല, ഞാൻ ഇവിടെ വരുമ്പോ പുള്ളി ഇവിടെ വരുമ്പോ ഞാനില്ല, അങ്ങനെയാണ്. അപ്പൊ എന്നാലും പക്ഷെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഒരിക്കൽ നമ്മുടെ സ്വകാര്യ സംഭാഷണത്തിലൊക്കെ വിനായകൻ പറഞ്ഞപ്പോൾ എന്റെ ഫിനാൻസ് വരെ മാനേജ് ചെയ്യുന്നത് ഭാര്യയാണ്. അവളില്ലാത്ത തന്നെ ശരിക്കും അത് ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതാണ് ഞാനൊന്ന് പിടിച്ചെടുക്കാൻ നോക്കണേ. കാരണം ഞാൻ 18-19 വയസ്സിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായതാണ്. കുറച്ചാൾ മുമ്പ് പോയി അവർ. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണോ? ലവ് മാരേജ് ആയിരുന്നു. കമ്മട്ടിപ്പാടം തന്നെയാണോ? ഇല്ല, മൈരാസ് കോളേജ്. പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോൾ 10-40 കൊല്ലത്തെ കണക്ഷൻ അതങ്ങ് പെട്ടെന്ന് പോയി. കാശ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അതാണ് മെയിൻ കാര്യം. കാശ് ഈവൻ എൻ്റെ ഒരു ജിപേ അങ്ങനെയുള്ള ഒരു ടെക്നിക്കൽ പരിപാടി. പുള്ളി IT ആയിരുന്നു പഠിച്ചു തുടങ്ങി. പുള്ളി ഇല്ല ഇപ്പോഴും സ്റ്റിൽ ഓക്കെ. അത് പോയപ്പോ ഒന്ന് കൺട്രോളിലോട്ട് വരാൻ പറ്റുന്നില്ല. ഞാൻ അതാണ് ശ്രമിക്കുന്നത്. പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് അമ്മമാരെല്ലാം ചെയ്തു തരും. കുറച്ച് നിമിഷത്തെ ക്ലിപ്പ് മാത്രമാണ്. ഇതിലുടനീളം വിനായകൻ സംസാരിക്കുന്നത് ഇത്തരം സ്വാഭാവിക വികാരങ്ങളോട് ചേർന്ന് നിന്നുള്ള ഭാവങ്ങളോടെയാണ്. ഭാര്യയുമായി ഉണ്ടായ പിണക്കത്തെയൊക്കെ എത്ര ഭംഗിയോടെയാണ് അദ്ദേഹം പറയുന്നതെന്നറിയോ? നമ്മൾ സാധാരണ കാണുന്ന കുറ്റപ്പെടുത്തലുകളോ അപവാദങ്ങളോ തോന്നിയാസം പറച്ചിലുകളോ ഒന്നുമില്ലാതെ. മറ്റൊരു ഭാഗം കേൾക്കാം. കുഴപ്പമൊന്നുമില്ല, ഒരുമിച്ച് നിൽക്കാൻ പറ്റും. ആരോടാണ് ഏറ്റവും കൂടുതൽ ഉള്ളു തുറക്കാൻ കഴിയുക? ശരിക്കും ഉണ്ടായത് എക്സ് വൈഫ് ആയിരുന്നു. അതൊരു വലിയൊരു ഘടകമല്ലേ ജീവിതത്തിൽ? ഒരാളോട് മനസ്സ് തുറക്കാൻ നമുക്ക് കഴിയാന്ന് പറയുന്നത് വലിയൊരു ആവശ്യം കൂടിയല്ലേ? എനിക്കില്ലത്. ആ ഏരിയ ഒക്കെ പൊട്ടിപ്പോയി. അവിടെയാണ് ഞാൻ ഭയങ്കരമായിട്ട് ഡാർക്കായി. നേരത്തെ താങ്കൾ പറഞ്ഞല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ഉള്ളു തുറന്ന് സംസാരിക്കാൻ കഴിയുന്നത് എന്റെ ഒരാളത്തെങ്കിലും നമ്മൾ സംസാരിക്കുന്നില്ല. എത്ര അകത്ത് കയറിയാലും നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടാകും തീർച്ചയായിട്ടും. അങ്ങനെ ഒരാളാണ് ഭാര്യ ആയിരുന്നു പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ആ വേർപിരിയൽ സംഭവിച്ചത്? ആരുടെ കുഴപ്പം കുറ്റം എന്നുള്ളതല്ല എന്റെ ആയിരിക്കുള്ളൂ. എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ പ്രശ്നം ഞാൻ ഒറ്റക്കായി പിന്നെ ക്രാക്കായി പുറത്തിറങ്ങുന്നില്ല. പിന്നെ എന്റെ പ്രശ്നമായിക്കോളും. അവളുടെ ആകൂല, ഒരിക്കലാകൂല. അവളെപ്പോഴും ഞാനായിട്ട് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ബാങ്കിങ് അത് ഇതെല്ലാം ഇവൻ യൂട്യൂബ് വരെ റീചാർജ് ചെയ്യേണ്ട പുള്ളിക്കാരിയാണ്. എന്റെ പ്രശ്നമായിക്കോളും. പരസ്പരം മനസ്സിലാക്കുമ്പോഴും വേർപിരിയലാണ് നല്ലതെന്ന് തോന്നി. അതാണ്. അല്ലെങ്കിൽ പുള്ളിക്കാർക്ക് പ്രശ്നമുണ്ടാവും. സമാധാനം കൊടുക്കുന്നില്ല ഞാൻ. ബെറ്റർ ലൈഫിന് കുറച്ച് നാളല്ലേ ഉള്ളൂ. അവരുടെ കാര്യത്തിൽ ജീവിക്കട്ടെ. പക്ഷെ അവരോട് ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിച്ചു വരും അല്ലേ? പക്ഷെ ഇതാണ് നല്ലത് പുള്ളിക്കാരിക്കും എനിക്കും. അല്ലെങ്കിൽ സൗണ്ട് ആയിരിക്കും പറയുള്ളൂ. ബാങ്കിലെ പുള്ളി വിനീത എന്ന് പറയും. വിനീത. ഞാൻ പിന്നെയാണ് ആ പേര് ആലോചിച്ചത്. വിനീതയും വിനയനും. എന്നെ വിനയെന്ന് എല്ലാരും വിളിക്കണം.
വിനായകൻ അങ്ങനെ ആൾക്കാർ വിളിക്കാറ്.